എൻ പ്രശാന്ത് IAS-നെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സസ്പെൻഡ് ചെയ്ത് 9ാം മാസമാണ് അന്വേഷണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചു. പ്രശാന്തിന്റെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടി. അധിക്ഷേപമല്ല, വസ്തുനിഷ്ഠമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്നാണ് എൻ പ്രശാന്തിന്റെ പ്രതികരണം. 3 തവണ സസ്പെൻഷൻ നീട്ടിയ ശേഷമാണ് എൻ പ്രശാന്തിനെതിരെ വിശദാന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെ 3 മാസത്തിനകം പ്രിൻസിപ്പൽ സെക്രട്ടറി റിങ്കു ബിസ്വാളിന് റിപ്പോർട്ട് സമർപ്പിക്കണം. ചീഫ് സെക്രട്ടറിയായ A. ജയതിലകന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനെയാണ് അന്വേഷണം ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രശാന്ത് കുറ്റപത്ര മെമ്മോയ്ക്ക് നൽകിയ മറുപടി തള്ളുന്നതായി അന്വേഷണ ഉത്തരവിലുണ്ട്. പ്രശാന്ത് മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം നിഷേധിച്ചുവെന്നും എന്നാൽ ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ പറയുന്നു. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും അഴിമതിയും ഗൂഢാലോചനയും ഉൾപ്പെടെ ആരോപിച്ചായിരുന്നു പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ നവംബറിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും പ്രശാന്തിന്റെ പ്രതികരണം. താൻ നടത്തിയത് അധിക്ഷേപമല്ലെന്നും വസ്തുനിഷ്ഠമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്നും പ്രശാന്ത് വിശദീകരിക്കുന്നു. IAS പോരെന്നും അധിക്ഷേപമെന്നും വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് ആരോപിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.